ഹായ് ഫ്രണ്ട്സ്, ഫ്രിഡ്ജിൽ ഇത്രയേറെ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നത് കൊണ്ട് ബാഡ് സ്മെൽ ഉണ്ടാകാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ ടിപ്പ് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ലെമൺ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലെമൺ രണ്ടായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഹാഫ് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ ലെമണിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡയും ഈ ലെമണും കൂടിയുള്ള മിക്സാണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെൽ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഡോറിൻ്റെ ഒരു സൈഡിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മലർത്തി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു സ്മെല്ല്, ഫ്രിഡ്ജിലൊക്കെ ഉള്ള ബാഡ് സ്മെല്ല് ശരിക്കും ഇത് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. ഇഞ്ചി വെള്ളുള്ളി ഒന്നും ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് ഈ അടുത്തിടെയുള്ളൊരു പഠനം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ മണ്ണിൽ വളരുന്ന കപ്പക്കിഴങ്ങ് ആയിക്കോട്ടെ, ഏത് തന്നെ ഐറ്റംസ് നമ്മളൊരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക. അത് പുറത്ത് തന്നെ സൂക്ഷിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൽ നമ്മൾ ഒരല്പം ഇതുപോലെ ഉപ്പ് പുരട്ടിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഉള്ളി അതേപോലെ തന്നെ കേടാവാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തേങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ബാക്കി വന്ന മുറിയൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ആ ഫ്രഷ്നസ് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായി ചെയ്യേണ്ട ടിപ്പാണ് പറയുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഒരല്പം ഉപ്പുപൊടി എടുത്തതിന് ശേഷം ഇതിൽ നന്നായി ഒന്ന് കൈകൾ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേ ഒരു ഫ്രഷ്നസ് തന്നെ നമുക്ക് ലഭിക്കും. ഇനി തേങ്ങ ചിരവിയതാവട്ടെ. തേങ്ങ ചിരവിയത് നമ്മളിതുപോലെ ബാലൻസ് വന്നതൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ജ്യൂസി ആയിട്ട് ലഭിക്കണമെങ്കിലും നമ്മൾ ഒരല്പം ഉപ്പുപൊടി ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികമായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒരു അല്പം ഉപ്പുപൊടി ഒന്ന് വിതറി കൊടുത്ത് കൈകൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രഷ്നസോടെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.